പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ആന്തരിക അവയവങ്ങളുടെ പരിക്ക് സാരമുള്ളത് എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. എഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടതോടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. ആനയെ ട്രെയിൻ നേരിട്ടിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറഞ്ഞു. എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ആനയുടെ ശരീരത്തിൽ, പക്ഷേ ഇൻറ്റേർണൽ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ആന സ്വന്തമായിട്ട് നിന്നിരുന്നു. ഇന്നലെ കാലത്ത് മുതൽ എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി കോളേജിൽ നിന്നുള്ള എക്സ്പേർട്ട് ടീം വന്നിരുന്നു. അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ മെഡിക്കേഷൻസ് ഇന്നലെ കൊടുത്തു. എന്നിട്ട് ഇന്നലെ ഈവനിങ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കാട്ടാനയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നില്ല എന്ന് ആനപ്രേമി സംഘം ആരോപിക്കുന്നു. ആനപ്രേമി സംഘം വനമന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകി. ട്രെയിൻ ഇടിച്ച് പരിക്കുപറ്റിയ കാട്ടാനയുടെ വലതുകാലിന് സാരമായ പരിക്കും ഇടത് കാലിനും ഇടുപ്പെല്ലിനും പരിക്കുണ്ട്. അങ്ങനെയുള്ള ആനയെ ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പ് പിടികൂടി വിദഗ്ധ ചികിത്സ നൽകി അതിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് വേണ്ടത്. ഇന്നുവരെയും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ഡോക്ടർമാർ നോക്കുന്നുണ്ട്, വനം വകുപ്പ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നില്ല. ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഉൾക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ ആന എത്ര ദിവസം നിൽക്കും എന്നുള്ളത് കൂടി ചോദിക്കേണ്ടത്. കാരണം വനംവകുപ്പിന് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉൾക്കാട്ടിൽ പോയി എന്നിട്ട് ആന ചെരിഞ്ഞു എന്ന് വരെ പറയാൻ പറ്റും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണോ? ഈ ആനപ്രേമി സംഘത്തിന്റെ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? റെയിൽവേ സ്റ്റേഷന് വെച്ച് കഴിഞ്ഞ ദിവസം രാവിലെ ട്രെയിൻ കടന്നു പോകുമ്പോൾ പരിക്കേറ്റ ആന അതിൻ്റെ ആരോഗ്യനില വളരെയധികം മോശമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസമൊക്കെ ഈ റോഡ് മുറിച്ച് കടന്നാണ്, അതായത് ഈ അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് റോഡ് മുറിച്ച് കടന്ന് ഇവിടേക്ക് നടന്നു വന്ന ആനയ്ക്ക് പക്ഷേ ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരിക്കുകയാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായി ആനയെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയായിരുന്നു. ആനയുടെ ചുറ്റിലും വെള്ളം തളിച്ചുകൊണ്ട് അതിനെ ഊർജ്ജസ്വലനാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. നേരിട്ട് ആനയെ ട്രെയിൻ ഇടിച്ചതായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ കാണാനില്ല എന്നായിരുന്നു വനവകുപ്പ് ആദ്യം വ്യക്തമാക്കിയിരുന്നത്. ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ട്രെയിൻ ഇടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിക്കുകൾ പുറത്ത് തന്നെ കാണാൻ കഴിയും. പക്ഷേ ഇതിപ്പോൾ ആന്തരികമായി ചില പരിക്കുകളാണ് ആനയ്ക്കുള്ളത്. അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ കഴിയാത്തതും ഈ തരത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട ആന കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതും. നിരന്തരം കരിക്കും ഈ പട്ടയും ഒക്കെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്, വത്തക്കയും ഒക്കെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിലയ്ക്കും ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നിലവിൽ ആനയെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് ജില്ലയിൽ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആനയെ ഒന്ന് എഴുന്നേൽപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലേക്ക് സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ഈ ആനയെ ചികിത്സിക്കുന്ന തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് വ്യക്തമാക്കുന്നത്. കാരണം ഇവിടെ തന്നെ മതിയായ എല്ലാ ചികിത്സയും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആനയെ എങ്ങോട്ടെങ്കിലും മാറ്റിയൊരു ചികിത്സ നൽകാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ പരമാവധി ചികിത്സ നൽകുക എന്നുള്ളത്. ഗ്ലൂക്കോസ് നൽകിയിരുന്നു അല്പസമയം മുൻപ്. മറ്റ് വത്തക്കയൊക്കെ നൽകാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കഴിക്കാൻ ആനയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ആനയ്ക്ക് കോട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് അപകടത്തിലേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം ഇതിൻ്റെ ആന്തരികമായി ഉള്ളിൽ പരിക്കുണ്ടെങ്കിലും പുറത്തൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വെറ്ററിനറി സർജൻ അടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഒരു പക്ഷേ ഈ ട്രെയിൻ വന്ന സമയത്ത് ഓടി മാറുമ്പോഴോ മറ്റോ പരിക്കേറ്റതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ വെള്ളം എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളം നൽകുമ്പോൾ അത് വെള്ളം എടുക്കുന്നത് കാണാൻ കഴിയും. അത് മാത്രമാണ് ഈ നമ്മളിപ്പോൾ വന്നതിന് ശേഷം ആകെ കാണാൻ കഴിയുന്ന ഒരു പോസിറ്റീവായൊരു കാര്യം അത് മാത്രമാണ്. മറ്റൊന്നിനും ഈ ആനയ്ക്ക് സാധിക്കുന്നില്ല. ഈ അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് നടന്നുകൊണ്ടാണ് ഇത്രയും ദൂരം ആന എത്തിയത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ആനയ്ക്ക് ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ആനയുടെ ജീവൻ വീണ്ടെടുക്കാൻ വേണ്ടി സാധ്യമാകുന്ന എല്ലാ തരത്തിലുമുള്ള ചികിത്സയും നൽകുമെന്നാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആനപ്രേമി സംഘം ഈ വിഷയത്തിൽ വനവകുപ്പിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് ഈ അപകടം പറ്റിയ സമയത്ത് തന്നെ മതിയായിട്ടുള്ള ചികിത്സ ആനയ്ക്ക് ഉറപ്പാക്കിയില്ല എന്നുള്ള വിമർശനം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ 5ഓളം ഡോക്ടർമാർ സംഭവ സ്ഥലത്തുണ്ട്. അവരുടെ പൂർണ്ണ സമയ നിരീക്ഷണത്തിലാണ് ഈ ആനയുള്ളത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.